തളിപ്പറമ്പിലെ ഈ പാർക്കിലിപ്പോൾ കുട്ടികളൊഴിഞ്ഞ നേരമില്ല. മാഞ്ചോട്ടിലെ തണലിലൊരുക്കിയ ഊഞ്ഞാലിലും റൈഡുകളിലും അവരങ്ങനെ കളിച്ച് രസിക്കുകയാണ്. വേനലവധിക്ക് സ്കൂൾ അടച്ചാൽ കുട്ടികളുടെ എണ്ണം ഇനിയും കൂടും. ഇത് വെറുമൊരു പാർക്കല്ല, ഒരു മകൾക്കുള്ള പിതാവിൻ്റെ പിറന്നാൾ സമ്മാനമാണ്. കുറുമാത്തൂരിലെ ഷറഫുദ്ദീനും ഭാര്യ ഫാത്തിമയും ഏകമകൾ ഷിഫ ഫാത്തിമയ്ക്ക് സമ്മാനിച്ചതാണിത്. ഫെബ്രുവരി 3-നായിരുന്നു ഷിഫയുടെ പിറന്നാൾ. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും നാട്ടുകാരെയുമെല്ലാം പങ്കെടുപ്പിച്ച് വിപുലമായാണ് ഉദ്ഘാടന പരിപാടി നടന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനും ഒരു കാരണമുണ്ട്. 13 വയസ്സുകാരിയായ ഷിഫയും ഒരു ഭിന്നശേഷിക്കാരിയാണ്. വീട്ടിലെ ഏകാന്തതയിലിരുന്ന് മകൾക്ക് മനസ്സുമടുക്കരുതെന്ന ഉദ്ദേശമാണ് ഈ സമ്മാനത്തിന് പിന്നിൽ. ഇന്നിപ്പോൾ അവൾക്ക് കളിക്കാൻ നിറയെ കൂട്ടുകാരുണ്ട്, അതും സ്വന്തം വീട്ടുമുറ്റത്ത്. 100 കണക്കിന് കുട്ടികളാണ് ദിനം പ്രതി പാർക്കിലെത്തുന്നത്. നാട്ടിൽ ഇത്തരത്തിലൊരു പാർക്ക് വന്നതിൽ സന്തോഷമെന്നാണ് ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം തോന്നുന്നു, അതിലുപരി അഭിമാനം തോന്നുന്നു നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പാർക്ക് വന്നതിൽ. ഷറഫുദ്ദീൻ ഫാത്തിമ ദമ്പതിമാരുടെ ഏകമകളായ ഷിഫമുക്ക് ഇങ്ങനെ നല്ലൊരു പിറന്നാൾ സമ്മാനം കൊടുത്തതിന് ആ ഒരു പേരൻസിന് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് തന്നെ മക്കൾ ഉപേക്ഷിച്ച് പോകുന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ മകൾക്ക് വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു പിറന്നാൾ സമ്മാനം കൊടുത്ത ആ പേരൻസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത് മറ്റുള്ളവർക്കൊരു മാതൃക ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ള കുട്ടികൾക്കും കൂടി അതൊരു കളിക്കാനുള്ള ഒരു സ്പേസൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി പാർക്കാണ് അവർ ആക്കിയിട്ടുള്ളത്. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ എൻ്റെ ചെറിയ മോളെയും കൊണ്ടൊക്കെ വന്നിട്ട് അവൾ നല്ല ആക്റ്റീവാണ്. ഷിഫമോളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വീടിനോട് ചേർന്ന് 5 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 13 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ കൂളർ അടക്കമുള്ള സൗകര്യങ്ങളും സജ്ജമാണിവിടെ. രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയുമാണ് പാർക്കിന്റെ പ്രവർത്തന സമയം. പ്രവേശനമാകട്ടെ തികച്ചും സൗജന്യവും. മകളുടെ സന്തോഷം മാത്രമാണ് ഷറഫുദ്ദീന്റെ ലക്ഷ്യം. കളിയും പാട്ടുമെല്ലാമായി മറ്റു കുട്ടികൾക്കൊപ്പം ഇപ്പോൾ തൻ്റെ മോളും ഹാപ്പിയാണെന്നാണ് ഷറഫുദ്ദീന് പറയാനുള്ളത്. മോള് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാകുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുമക്കളെ കൂടെ മോളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആശയം തുടങ്ങുന്നത്. രണ്ടിലെ കണ്ടമാനം മക്കളും ഇപ്പോൾ മോളും ഹാപ്പിയാണ്, മക്കളും ഹാപ്പിയാണ്. ആ മോളെ ബർത്ത്ഡേ ഈ കഴിഞ്ഞ ഫെബ്രുവരി 3-നാണ് മോളെ ബർത്ത്ഡേ. ഫെബ്രുവരി 3 വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിറ്റത്തെ 2-ാം ശനി 8-ാം തീയതി ഒരു ഗ്രാൻഡായിട്ട് പരിപാടി ഓപ്പൺ ആക്കി. അസീം വെളിമണ്ണിയാണ് ഓപ്പൺ ആക്കിയത്. നാട്ടുകാർ മൊത്തം ഏറ്റെടുത്ത് നടത്തിയ ഒരു പരിപാടിയാണ്. ETV ഭാരത്, കണ്ണൂർ.